ഗുഡ് മോർണിംഗ്. സോ നമ്മളെ ഉജ്ഗുലിയില് നമ്മളെ ട്രക്കിങ്ങിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നത്തെ ഹോസ്റ്റൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്ന് രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് ലൈറ്റ് ഓഫ് ആക്കി വെച്ചാണ്. സോ ഇതായിരുന്നു റൂം. രണ്ട് സിംഗിൾ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നിലായിരുന്നു. ഓൾമോസ്റ്റ് 28 ദിറംസാണ് ഇതിന് കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു 21 ചെല്ലറിയും. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഹൈക്കിങ്ങിന് പോവാണ്. ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് വൺ സൈഡിലുള്ള ഹൈക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് സാധനമൊക്കെ എടുത്ത് വെക്കേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ഇവിടെ അവൈലബിലിറ്റീസ് ഉണ്ടാവും. ഞാനിവിടെ ഹോസ്റ്റലൊക്കെ ശരിക്കും ഇവിടെ എത്തിയതിന് ശേഷമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടേക്ക് ഈ ഹൈക്കിങ് തുടങ്ങിയ സ്റ്റേഷനിലൊക്കെ ഉള്ളൂ ഇത്ര ആൾക്കാരുണ്ടാവുള്ളൂ. സോ ബട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഈ ഹോസ്റ്റലിന് ചുറ്റുമുള്ളത്. ഇത് നമ്മൾ ഏറ്റവും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ല കാര്യമായിട്ട്. അപ്പോൾ ഇതാണ് ആ മെയിൻ റോഡാണ്. ആ റോഡിൽ അവിടെ വണ്ടി നിർത്തും, പിന്നെ അവിടെ നമുക്ക് ക്രോസ് ചെയ്തിട്ടും കൂടെ നടന്നു വരാൻ പറ്റും. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഹോസ്റ്റൽ. താഴെ അവർ ആ ഹോസ്റ്റൽ താമസിക്കുന്നുണ്ട്. മേലാണ് നമുക്ക് റൂംസ് അല്ല 4-5 റൂംസ് ഉണ്ട്. പിന്നെ അത് അവിടെ നല്ല വലിയ 2-3 ഡോഗ്സും കാര്യങ്ങളൊക്കെ ആണല്ലേ. അപ്പം നമുക്ക് ഇനി ഇതാ ആ കാണുന്ന ഗ്ലേഷ്യറിലേക്ക് പോകണം. എത്ര ടൈം എടുക്കുന്ന അറിയില്ല. നമ്മുടെ സ്പീഡ് പോലെ ഉണ്ടാവും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഓൾമോസ്റ്റ് 10 കിലോമീറ്ററാണ് വൺ സൈഡ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് റൂട്ട്സിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ആക്ച്വലി ഇതാണ് ഉജ്ഗുലിയിൽ നിന്ന് സ്കാര ഗ്ലാസിയറിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഇപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഏകദേശം വൺ സൈഡ് 3.5 മണിക്കൂർ എടുക്കുന്ന പറയുന്നത്. ഇത്രയും കിലോമീറ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. എലിവേഷൻ തന്നെ നല്ല ഹൈറ്റിലാണ് പോകുന്നത്. സോ വളരെ സാവധാനം വേണം കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു മാപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ അതാണ് കൊമ്മൂട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓഫ്ലൈൻ മാപ്പ്. അപ്പോൾ അത് നോക്കി നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗ്ലേഷ്യറിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുന്നത്. അതുപോലെ തന്നെ ആക്ച്വലി നമ്മൾ ഇന്നലെ മെസ്റ്റിയൊന്നും കൊണ്ട് ടാക്സിക്ക് വന്നില്ല. പക്ഷെ ആൾക്കാർ ഇവിടേക്ക് ഹൈക്ക് ചെയ്ത് കയറാനുണ്ട്. മെസ്റ്റിയ ടു ഉജ്ഗുലി എന്ന് പറഞ്ഞ ഫേമസ് ഹൈക്കാണ്. ഓൾമോസ്റ്റ് 4 days എടുക്കും വളരെ സാവധാനം കയറി വരാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വണ്ടിയിലൊക്കെ വന്നപ്പോൾ ശരിക്ക് നല്ല ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 50+ ഉള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഹൈക്ക് ചെയ്താണ്. നമ്മളാണ് ഇങ്ങനെ ടാക്സിയിൽ വന്നത്. നമുക്ക് ടൈമില്ല. ഒന്നാമത് 4 ദിവസം എടുക്കും വൺ സൈഡ്. പിന്നെ ഇവിടുന്ന് ചിലപ്പോൾ ഒരു തിരിച്ച് ട്രക്കിങ്ങോ അല്ലെങ്കിൽ മേ ബി ടാക്സിയോ ഒക്കെ ആയിരിക്കും പോകുന്നത്. നമ്മളെ ഗൂഗിൾ ചേച്ചി പറഞ്ഞിരുന്ന മാതിരി ഈ സാധനം പറഞ്ഞിരുന്നുണ്ട്. വഴി തെറ്റിക്കാന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ബോർഡ്സ് ഉണ്ട് ഓൾറെഡി എന്നാണ് പറഞ്ഞത്. എനിവേ നമ്മൾ എന്തായാലും ഒരു സേഫ്റ്റി സൈഡിൽ നിന്ന് നമ്മളെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാരാണ്. അവരിങ്ങനെ ഈ കുതിര, പശു, ആട് ഇതിനൊക്കെയുള്ള വരുമാനം കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പാല് കറന്ന് വിറ്റും അങ്ങനെയൊക്കെ ആയിട്ട് പക്ക ഒരു ഗ്രാമം തന്നെ. പഴയലിയുള്ളൊരു വളരെ കുറഞ്ഞ ഫാമിലീസ് ഇവിടെ താമസിക്കുന്നു. ആക്ച്വലി വില്ലേജിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ള ഏരിയാസിലൂടെ ഒരുപാട് റിസോർട്ട്സും കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ആൾക്കാർ വണ്ടിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അമേസിങ്. അതാ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ആൾക്കാർ അവിടെ നിൽക്കുന്ന എല്ലാവരും. ഇവിടെ ഒരു പട്ടിയുണ്ട്. വെതർ ഫോർകാസ്റ്റ് മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ ഇങ്ങനെ മൂടിയിട്ടുള്ളത് എവിടെയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. കയറി നോക്കട്ടെ. വിൻ്ററിൽ ആലോചിച്ചൊക്കെ ഇത് കംപ്ലീറ്റ് സ്നോയിൽ മൂടിയിട്ടേക്കുണ്ടാകാം. ഇതാ ജസ്റ്റ് വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞാണ്. ഒടിഞ്ഞു ചാറുന്ന മഴ പോലും വല്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്ലാറ്റ് റോഡാണ് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാം. നിങ്ങൾ ട്രക്കിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
ഇതുവരെ വന്നൊക്കെ വെരി കൂളാണ്. ഞാൻ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് പോകുന്ന വഴിക്ക് എനിക്ക് എന്താ പറയുക, കംപ്ലീറ്റ് ഫോട്ടോജനിക് പ്ലേസസ് ആണ്. അതുപോലെ നല്ല രസമുണ്ട് മൗണ്ടൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആകെ ആസ്മാൻ പണി തരുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ബാരിഷ് ഹോരെ ബായ്. അതായത് ഓൾമോസ്റ്റ് ഇനി നമുക്കിനി 5 കിലോമീറ്ററും കൂടി അങ്ങോട്ട് കവർ ചെയ്യണം, വൺ സൈഡും കൂടി. എന്നിട്ട് നമ്മൾ തിരിച്ച് 10 കിലോമീറ്റർ കൊണ്ട് ഇങ്ങോട്ട് കവർ ചെയ്യണം. കാരണം ഞാൻ അതിനായിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ മൈൻഡിൽ ഉഷ്കിൽ സ്റ്റേ ചെയ്യാന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് കവറേജ് ചെയ്യാൻ പറ്റി. പിന്നിട്ട വൈകൾ മനോഹരം, കാണാനിരിക്കുന്നത് അതിലേറെ മനോഹരം. വാട്ട് ഐ ഹാവ് ടു സേ, ദിസ് ഈസ് ജസ്റ്റ് മാജിക്കൽ. സ്കാര ഗ്ലാഷ്യറിലേക്ക് ഒരു 4.4 കിലോമീറ്ററും കൂടി, അതായത് 1.5 മണിക്കൂർ. ഉഷ്ഗുലിലേക്ക് ഇവിടുന്ന് 5.4 കിലോമീറ്റർ 1.5 മണിക്കൂർ. അതായത് എക്സാക്ട്ലി ഒരു സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതാണ് ഇവിടെ ഉള്ളത്. സോ ഇങ്ങോട്ട് ഗ്ലാഷ്യർ, അങ്ങോട്ട് ഉഷ്ഗുലി. അങ്ങനെ മഴ നിന്നും വന്നും പോയി കളിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വി ആർ ഗോയിങ്. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ. ഓരോ ടെറൈൻ ഇങ്ങനെ മാറി മാറി വരാം കേട്ടോ. ഇപ്പൊ ഇതാ നല്ല ചെടികളുടെ ഇടയിലൊക്കെ വെള്ളം നല്ല തണുപ്പും നല്ല ഫ്രഷും ആട്ടോ കേട്ടോ. മൗണ്ടൈന് മുകളിൽ വരുന്നല്ലേ. So you guys are from? We're going to the glacier from Czech Republic. Oh, Czech Republic. Hi. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോൾ വീണ്ടും ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി 1.8 ആണുള്ളത്. കുറച്ച് മുമ്പ് 2.4 ബോർഡ് ഉണ്ട്. അവിടെ വരാണ് കുതിര അല്ലെങ്കിൽ വണ്ടിയൊക്കെ വരുള്ളൂ. പിന്നീട് അങ്ങോട്ട് നമ്മൾ നടന്നു കയറണം. പിന്നെ ഇനി കുച്ചനുള്ള ഇതാണ്, അതുകൊണ്ടാണ് ഇതിന് ടൈം കൂടുതൽ. ഇത് കുറച്ച് ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട് നല്ല ടൈം എടുക്കും. നമ്മൾ നേരത്തെ കണ്ട ചെക്ക് റിപ്പബ്ലിക് ടീമൊക്കെ ബാക്കിൽ വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ എന്തായാലും സ്പീഡാക്കാണ്, കാരണം എനിക്ക് കുറച്ച് ടൈം ലേറ്റ് ആവുന്നുണ്ട്. Indian. Okay. Hi. How many? Nice to meet you. How many kilometers more? Maybe 1 kilometer. 1 kilometer. കണ്ട നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഹൈക്ക് ചെയ്ത് കയറുന്നത്. നമ്മളിപ്പോഴുള്ള യുവാക്കളാണ് കിതക്കുന്നത്. എന്താ ചെയ്യല്ലേ. ഇനി കുറച്ചുകൂടി കയറാണ്ടെന്ന് പറയുന്നത്. എച്ചി ഇത് പക്ക കാടിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിലും കുറെ വഴി നടന്ന് വഴി ആയിട്ടുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. നമ്മൾ ഓപ്പൺ ഏരിയ കഴിഞ്ഞ് പക്ക മറ്റേ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ആട്ടോ പോകുന്നത്. പക്ഷെ കറക്റ്റ് ഇങ്ങനെ ഒരു അടയാളം മനസ്സിലാവും. പിന്നെ ആപ്ലിക്കേഷൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെ പോകണ്ടെന്നൊക്കെ. ഫൈനലി വി മേഡ് ഇറ്റ്. അതാ മക്കളെ കാണുന്നത്, അതാണ് സ്കാര ഗ്ലേസിയർ. ഓൾമോസ്റ്റ് നമ്മള് കുറച്ചും കൂടി ആ ആൾക്കാർ ഇരിക്കുന്നിടത്ത് കൂടി കയറാണ്ടേ. ഹെവിയാണ് കേട്ടോ. ഈ ഇങ്ങോട്ടുള്ള ഈ 2 കിലോമീറ്റർ കുറച്ച് കൂടുതൽ, 2.5 കിലോമീറ്റർ ഉണ്ടാവും ടോട്ടല്. പക്ഷെ ബാക്കി സ്മൂത്ത് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹൈക്ക് ചെയ്തെത്തിയിരിക്കുകയാണ്. ഇതാണ് മക്കളെ ഗ്ലാഷ്യർ കേട്ടോ. സോ ദിസ് ഇസ് ദ ഗ്ലാഷ്യർ. നമുക്ക് ഇവിടെ ഇങ്ങനെ പൊട്ടി വെക്കുന്ന സൗണ്ട് കേൾക്കാം. ഈ ഗ്ലാഷ്യർ ഇങ്ങനെ മെൽറ്റ് ആയിട്ടാണ് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ആ കാണുന്ന എൻഗുരി റിവർ കംപ്ലീറ്റ്ലി അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്നാണ്. കുറച്ച് ഡേഞ്ചറാണ്. ഇവിടേക്കുള്ള ഫുള്ള് കല്ലാണ്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കല്ലുകളും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ടൈമിങ് ഞാൻ പറഞ്ഞ പോലെ 11:25. 11 മണിക്ക് അവിടെ എത്തി. 7:30 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 3.5 മണിക്കൂർ ആക്ച്വലി ഫോട്ടോസ് എടുക്കുന്ന കൂട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ 3 hours ഉള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ. आप कैसी है? अच्छा है. अच्छा. किधर से? He's speaking Hindi from Indian. थोड़ा हिंदी बोलो. थोड़ा you can Where are you speak. from? Kerala. Kerala. Yeah, Kerala in south part. Yes, I know. You know about Kerala? I've been there 2 weeks. You have been there, so I should have interviewed you. 15 years ago. Do you remember the places? Just a little. How about you? But we went from Kerala. You just tell me the terrain. I can tell you the place. Is it a lake or is it? No, it was like a rice fields. They had these dragon boats races, so like 100 people. Nehru I think it was Alapi. Maybe. I'm not sure. Okay. It was like 15 years ago. So 12. Okay, 12. And then we went to Munnar. Okay, Munnar, I know, Idiki. You can And it see, was very beautiful. Yeah, you can see the Yeah. coffee. This one, yeah. And like everything was green.
Like very, very beautiful. So you're most welcome again. No. And food? No, you did see Food was awesome. Yeah. Michal from Czech Republic. from Prague, Czech Republic, and yourself? Susanna, Prague, Czech Republic. This is my wife. Hi, okay. Her name? Eliška? Eliška. Czech Republic. Eliška from Czech Republic, but currently settled in Iceland. Yeah. And this is our Honza. Honza, yeah. And I'm running with the iPhone, so This is very hard to run. Yeah, that's true. and maybe Bye bye to Michal. Bye. Eliška, bye bye. Balu. Balo. Balu. Bye bye. Namaste. 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 Kudafis. You're from? Hungary. Hungary. Okay. Bye bye. ഇനി ഇവിടുന്ന് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാനുണ്ട്. ആ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. 12 മണി 2.5 മണിക്കൂറാണ് പെട്ടെന്ന് അവിടെ എത്തണം. എന്നിട്ട് നോക്കണം, കിട്ടിയില്ലെങ്കിൽ ഇവരാരെങ്കിലും വണ്ടിയിൽ പേയ്മെന്റ് കൊടുത്തു പോകുമ്പോൾ ഓപ്ഷൻസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരോടൊക്കെയാണ് പോകുന്നത്, നല്ല രസമായിരിക്കും. ഒരുപാട് സംസാരിച്ച് അങ്ങനെ പോവാം, ബോറടിയില്ല. സോ ബേസിക്കലി ഹൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഈ ടോപ്പിൽ ഞാൻ എത്തി. ഇതാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇത് സീസൺ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സമ്മറിൽ ഡിഫറെൻ്റ് ആയിരിക്കും, വിന്ററിൽ ഡിഫറെൻ്റ് ആയിരിക്കും. മോഡറേറ്റ് ലെവൽ അങ്ങനെ പറയാനില്ല, നമുക്ക് കയറാവുന്നേ ഉള്ളൂ. വലിയ അങ്ങനെ ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ച് ഇങ്ങോട്ടേക്കുള്ളത് കുറച്ച് ടൈം എടുക്കുന്നതാണ്, ഈ ഒരു 2.5 കിലോമീറ്റർ. ബാക്കിയെല്ലാം സ്മൂത്താണ്. ഇറങ്ങാൻ എന്തൊരു സുഖ, കയറാനാണ് ഇങ്ങോട്ടും പണി. പക്ഷെ ഒറ്റ മലയാളിനെ ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. ഒന്ന് വന്നിട്ട് ഈ ഹൈക്ക് ചെയ്യുന്ന, കാരണം ഇവിടെ വരുന്നവർ ഡേ വന്ന് പോകാറുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ സ്റ്റേ ചെയ്യുന്നവരുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു മലയാളിക്കാരാണ് ഇവിടെ എത്തി. ഇബ്നു അസൂർ എന്ന് പറഞ്ഞ അസൂറിന്റെ റീല് കണ്ടിട്ടാണ് ഞാൻ ഉഷ്ഗുലിലേക്ക് പ്ലാൻ ചെയ്യുന്നതും ഇവിടേക്ക് എത്തുന്നതും. പിന്നെ ഞാൻ കുറെ ഉഷ്ഗുലിനെ പറ്റി വായിച്ചപ്പോൾ ഇങ്ങനെ ഈ ഗ്ലാഷ്യറിലേക്കുള്ള ട്രക്കിങ്ങിനെ കുറിച്ചൊക്കെ വായിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഏതായാലും ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ എന്തായാലും നടന്നു. കാരണം നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും പറ്റി, ഈവനിങ് സൺസെറ്റ് കാണാൻ പറ്റി, നല്ല രീതിയിൽ വില്ലേജിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ ട്രക്കിങ്ങും ചെയ്ത് തിരിച്ചെത്താറായി. നമുക്ക് അടുത്ത വാൻ്റെ മെസ്സിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വി ആർ സോർട്ടഡ്. സോ ഇവിടെ ഈ പോയിന്റിലാണ് ഇപ്പോൾ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ വന്നിട്ട് ഈ കഫേ ഉള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ആണ് ഒരുപാട് വണ്ടികളും അതുപോലെ തന്നെ കുതിര വന്നിട്ടുണ്ട്. ഇവർ കുതിരപ്പുറത്താണ് വന്നിട്ടുള്ളത്. 80 എങ്ങനെയാണെന്ന് തോന്നുന്നു വണ്ടിക്കും കുതിരക്കൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. സോ ഈ ഒരു 7 കിലോമീറ്റർ വരെ ഇത് വരും. അത് പിന്നീട് അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ആണ് ടഫ് ഉള്ളൂ. അതാണ് നമുക്ക്, അത് അങ്ങോട്ടേക്ക് ഒന്നും പോയില്ല, കുതിരയും പോലെ ഇതും പോലെ. അവിടെ നമ്മൾ നടന്ന് കയറണം. നമ്മളിവിടെ കഥ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു 1 hour ലേറ്റ് ആയി. നമുക്കിത് വാക്കിങ്ങിൽ പിടിക്കണം. സോ മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റ് ബാക്ക്. കാരണം 3 മണിക്ക് അങ്ങനെ അവിടുന്ന് വണ്ടി പോകും. അതിന് മുമ്പ് അവിടെ ഹോസ്റ്റലിലെത്തി സാധനമൊക്കെ എടുത്തിട്ട് അവിടെ എത്തണം. സോ ബാക്ക്. ഹായ്. അങ്ങനെ നമ്മൾ ലോങ് വാക്കിനോട് നമ്മൾ എത്തിയിട്ടോ. ഇങ്ങോട്ടേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തി. നമ്മൾ 2 മണിക്കൂർ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഞാൻ നിന്നിട്ടില്ല ഇവിടെ, അത്ര സ്പീഡിൽ നടന്നുകൊണ്ടെന്നാണ്. എനിക്ക് തിരിച്ച് പോകാനുള്ളത് കിട്ടുന്നതുകൊണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു കഫേ സ്വനാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി. ഇതാണ് ആ കഫേ. ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് കേട്ടോ. കുബ്ദാരി, കച്ചപ്പൂരി, ചിസ്ദ്വാരി, പിന്നെ സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ്. വലിയ സ്വനാറ്റി റീജിയനിലുണ്ട് സ്വാൻ ഡിഷസ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കുബ്ദാരി ഓൾറെഡി കഴിച്ചു, കച്ചപ്പൂരി കഴിച്ചു, ചിസ്ദ്വാരി കഴിച്ചു. ചിസ്ദ്വാരിയാണ് ഇപ്പോൾ ചിസ്ദ്വാരി ഇന്നലെ കഴിച്ചു. ഇപ്പോൾ അടുത്ത കഴിക്കാൻ പോകുന്നത്. കണ്ട അടിപൊളി ഒരു സ്ഥലമാണ്, നല്ല റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്. അപ്പോൾ ഇതാ കച്ചപ്പൂരി കുബ്ദാരി ഉണ്ടായിക്കൊണ്ടൊക്കെയാണ്. കുബ്ദാരി വിത്ത് മീറ്റ്. അപ്പം എനിക്ക് തോന്നുന്ന മീറ്റ് കുബ്ദാരി ഇവിടെ ഈ ഒരു ബോക്സിൽ തീ ഇട്ടുന്ന കണ്ണിലൊന്ന് ചൂടാക്കി അതിൻ്റെ മേലെ കുബ്ദാരിയുടെ ആ ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് മീറ്റ് നിറച്ചിട്ട് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് പിന്നെ നല്ല സെറ്റായി വരും. ഇത്ര ടൈമിങ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ലോക്കൽ ഡിഷസ് ഇതൊക്കെയാണ് കേട്ടോ. ഏതായിരുന്നു കേട്ടോ കുബ്ദാരി. ഇതിൻ്റെ അകത്ത് അങ്ങനെ മീറ്റ്, അതായത് ബീഫാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ചിക്കനിന് കിട്ടും, അവൈലബിൾ ആണെന്ന് തോന്നുന്നു. വേറെ എന്തോ ഇതിലുണ്ട്. എന്നാണ് വരുന്നത് 4 പീസായിട്ട്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ 7 ജില്ല, ചെറുതാണ് ഞാൻ പറഞ്ഞത്. വലുതാണെങ്കിൽ 15 അങ്ങനെ ഉണ്ടാവുക. ഇനി ഫുള്ളാണോ എന്നും അറിയില്ല. നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി സാധനമാണ്. അങ്ങനെ നമ്മൾ 4:30 ആയപ്പം തന്നെ ഇവിടെ മെസ്സിലെത്തി. ഞാൻ അവിടെ ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 50 ലാരിയാണ് അവർ തിരിച്ചും ചാർജ് ചെയ്യുന്നത്. 1 സൈഡ് പോകുമ്പോഴുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നടന്നു. ഇന്നലെ പോയി. ഇന്ന് നമ്മൾ ഹൈക്കിങ്ങും പരിപാടിയും കഴിഞ്ഞ് ഇതെത്തി.
മെസ്തിയ ടു ഉഷ്കുലി ഇവിടുന്ന് രണ്ടക്കാരുടെ അടുത്ത് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കുറ്റേശ്ശിന്ന് രണ്ടക്കാരുടെ അടുത്ത് മെസ്തിയിൽ വരാം. മെസ്തിന്ന് ഉഷ്കുലിലേക്ക് ഉഷ്കുലിൽ തന്നെ സ്റ്റേ ചെയ്യാം. അവിടുന്ന് റോഡ് കുറച്ച് ഏരിയാസ് മാത്രം മോശമുള്ളൂ. ഭയങ്കര 4x4 കൊണ്ട് വേണമെന്നില്ല, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, കുറച്ച് ഹൈ ഉള്ള ഒരു കാർ എടുക്കാം. ടയേഴ്സിനൊന്നും അങ്ങനെ ഇഷ്യൂസ് വരില്ല. സോ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. ഇല്ലെങ്കിൽ കോസ്റ്റിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പ്ലാൻ ആണെങ്കിൽ 150 ലാര കൊണ്ട് കഴിയും. പക്ഷേ അല്ലെങ്കിൽ വൺ സൈഡ് പോവാണെങ്കിൽ 40 ലാരയാണ്. പക്ഷെ ഇതിപ്പോൾ ഞാൻ വൺ സൈഡ് അങ്ങോട്ട് കാലിയാ പോയത്, ഇങ്ങോട്ടൊക്കെ അവർ വരുമ്പോൾ ആദ്യം 50 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 100 ആയത്. ബട്ട് സ്റ്റിൽ ഓക്കെ, കാരണം എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇതിനെ എന്നെ വിചാരിക്കാനേ കിട്ടിയതാണ്. അല്ലെങ്കിൽ ഇന്നിന് രാവിലെ പോയി വൈകിട്ട് വരാണെങ്കിൽ എനിക്ക് ഗ്ലാഷ്യർ ഒന്നും കിട്ടില്ലായിരുന്നു. ജസ്റ്റ് ആ വില്ലേജ് മാത്രം കണ്ടുവരേണ്ടി വരായിരുന്നു. ഇതിവിടെ വേറൊരു ഹൈക്കാട്ടോ. ഇന്നലെ ഒരാൾ എന്നോട് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സിന്ന് കൊരുൾഡി ലേക്സ് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ കൊരുൾഡി ലേക്സിലേക്ക് ഇവിടുന്ന് 4 മണിക്കൂർ, അതായത് 7 കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു കുറച്ച് കുത്തനുള്ള കയറ്റായിരിക്കും. അതാണ് ഇത്ര ഒരു റിസ്ക് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരാൾ പറഞ്ഞു അവിടെയൊക്കെ അവർക്ക് വന്ന് അവർ കുറച്ച് കാറിലൊക്കെ പോയി ഇറങ്ങിയിട്ട് ബാക്കി കുറച്ച് മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഒരുപാട് പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ആണ്. അല്ലാതെയും കുറച്ച് ഏരിയാസ് ഉണ്ട് മെസ്റ്റിയിൽ, അതൊന്ന് വിസിറ്റ് ചെയ്യണം. ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഹൈക്കെല്ലാം കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, പ്രത്യേകിച്ച് ഒരു യാത്രയും കഴിഞ്ഞു. ഹോസ്റ്റലിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ബാക്കി നോക്കാം. നമ്മുടെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, നമ്മൾ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്തു. ഹോസ്റ്റലിൻ്റെ ഒരു വൈബ് കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെപ്പോഴൊക്കെ ഒരു മഴ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നത്. അവിടെയൊക്കെ ടവേഴ്സ് കാണുന്നുണ്ട്, പട്ടി. അവിടെ എല്ലാ വീട്ടിലും പട്ടിയുണ്ട്. അവിടെ ഇവിടുത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു അവരുടെ. അതും ഭയങ്കര വെറൈറ്റി കാണാനുള്ള. അവർക്ക് എല്ലാവർക്കും നല്ല ബാക്ക് യാർഡ് ഉണ്ട്, അതുപോലെ ഒരു കാരവാൻ ഉണ്ട് എല്ലാ വീട്ടിലും. ക്യാമ്പിങ്ങിന് പറ്റിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്തു, ഒന്ന് ടൗണിലൊക്കെ പോയി നോക്കണം. നമ്മുടെ റൂമിലുള്ള ടീം എല്ലാവരും കൂടെ ഒന്ന് പോയിരുന്നു, ഒരു ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ ഹൈക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്നൊരു ക്ഷീണമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് റെയിൻകോട്ടൊന്നും ഇല്ലായിരുന്നു. അവരൊക്കെ മയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഒന്ന് സിറ്റിയിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, അവരൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. 3-4 ഡിഷസിൻ്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റൽ. ഹോട്ടൽ സ്വാൻലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. ക്യാമ്പിംഗ് ഹോട്ടൽ സ്വാൻലാൻഡ് എന്ന് പറയുന്നതാ. അപ്പോൾ ഇവിടെ കണ്ട് ഇപ്പോഴും ഇങ്ങനെ മഴക്കാർ അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. നമ്മളെന്തായാലും ഒന്ന് ടൗണിലൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ള. കുറച്ചും കൂടി നൈറ്റ് ആവാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് ആ ഒരു നൈറ്റൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഷോപ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. കാരണം ഇപ്പോൾ വൈകിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ സ്ഥലത്തി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. നമ്മളെല്ലാ സ്ഥലത്തും വന്നാലും ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നോക്കാം, ഞാൻ അങ്ങനെ വെറൈറ്റി ആണെന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിച്ചു നോക്കലുണ്ട്. ഇതാണ് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ. അത് ആകെ ഒരു ഷോപ്പേ ഉള്ളൂ, ആ ഷോപ്പിനകത്തല്ല. ഹായ്, دي خليج شو بيشتكي بس خليج الاكثر ليه تشوف اجيات صفر ليه بتاخذ كابل سجل الدخل. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ആകെ 2-3 ഷോപ്സ് മാത്രമേ ഉള്ളൂ, കൂടുതൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ തേന് ഹണിയാണെന്ന് തോന്നുന്നു. ഹണിയല്ല, സോറി, വേറെ ജ്യൂസസ് ആണ്. മനസ്സിലാവുന്നില്ല അവിടെ ആക്ച്വലി എന്താണെന്നുള്ളത്. നമുക്കിപ്പോൾ വാങ്ങി കൊണ്ടുപോകാനുള്ള ഇതില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്റ്റലിലുള്ള ടീമിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Hi guys. Vlogger. Hi. I feel like 2 or 3 because I was playing that. നമ്മുടെ ഹോസ്റ്റലിലുള്ള ടീമാണ്. അവരിവിടെ കുറച്ചെല്ലാം ലോക്കൽ ഡിഷസിനെ കുറിച്ച് അറിയാം. അപ്പൊ അങ്ങനെ വന്നിട്ട് കഴിക്കാൻ വേണ്ടി വന്നു. സോ അവർ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് കച്ചപ്പൂരിയും അതുപോലെ തന്നെ റോസ്റ്ററി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഇവർ ഡ്രിങ്ക് ചെയ്യുന്നതുകൊണ്ട് അവർ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബില്ലൊക്കെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഫുഡ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഐറ്റംസ് കാണിച്ചു തരാം. ഇതൊരു ചിക്കൻ ആണ്. ഞാനൊരു ഗ്രീൻ ടീ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എല്ലാ ലോക്കൽ ഡിഷസും കണ്ടു. മോട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റം മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറൻറ്റ് ഓർഡർ ചെയ്തിട്ട് എല്ലാവരും കൂടി പേ ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ജോർജിയൻ ലോക്കൽ ഡിഷസൊക്കെ ഓൾമോസ്റ്റ് ട്രൈ ചെയ്യാം. ഷാർമേനി പോലുള്ള എനിക്ക് ഫുഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ട്രൈ ചെയ്യാം.
അപ്പോൾ നമ്മൾ കഫേ ലൈല എന്ന് പറഞ്ഞ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഇതാ നമ്മളെ ടീം എല്ലാവരും പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരാൾക്ക് 20 ആ ലെവലിൽ വന്നു. പക്ഷെ ഇങ്ങനെ ട്രാവലേഴ്സ് വരുന്ന കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഒരു ബഡ്ജറ്റ് ലെവലിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഹോസ്റ്റലിലൊക്കെ വന്ന് ഇങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകും. കാരണം നമുക്ക് എല്ലാ ഡിഷും നമുക്ക് സിംഗിൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഡിഷസ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹായ്, അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. ഓൾമോസ്റ്റ് 10 മണിയായി. രാവിലെ 20 കിലോമീറ്റർ നടന്നു. പിന്നെ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞ് ഒന്നും ആകെ ടയർഡാണ്. നന്നായി കിടന്നുറങ്ങണം. നാളെ രാവിലെ തന്നെ 8 മണിക്ക് നമുക്ക് കുട്ടീസിലേക്ക് വാന് പോകുന്നുണ്ട്. സോ സി യു ഓൾ ടുമാറോ. ബൈ ബൈ.